ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റ് ടോക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ പലരും വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന കറികളിലൊന്നാണല്ലേ മീൻ കറി എന്ന് പറയുന്നത്. തേങ്ങ അരച്ചിട്ടും വറ്റിച്ചും മുളകിട്ടും വളരെ നല്ല രീതിയിൽ നമ്മളെല്ലാവരും മീൻ കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മീൻ കറി ആയിട്ടാണ്. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മളിന്ന് ഈ മീൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ വളരെ സിമ്പിളുമാണ്, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മുടെ ഈ മീൻ കറിയിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന മീൻ അയിലയാണ്. ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചതാണ്. ഇനി നമുക്ക് വേണ്ടത് സവോളയാണ്. സവോള ഇതുപോലെ സ്ലൈസ് ചെയ്തത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അടുത്തതായി നല്ല പഴുത്ത തക്കാളി ഇതുപോലെ മുറിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. കറിവേപ്പില വേണം ആവശ്യത്തിന്. ഇനി മുളക് പൊടി വേണം 1 ടീസ്പൂൺ. 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി. ആവശ്യത്തിന് ഉപ്പ് വേണം. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ. ഏറ്റവും അവസാനം ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി ഞാൻ നേരത്തെ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചതായിരുന്നു. ഇത്രയാണ് നമുക്ക് വേണ്ട ചേരുവകൾ. ഇനി നമുക്ക് പെട്ടെന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇനി രണ്ടും മൂത്ത് വരുമ്പോൾ അതിലോട്ട് സവോളയും നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. സവോള ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വഴറ്റിയെടുക്കാം. ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. തക്കാളിയും ഉള്ളിയും നന്നായിട്ട് കുക്കായി വരുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കണം. തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളിൽ പച്ചച്ചുവ മാറുന്നവരെ നന്നായിട്ട് കുക്ക് ചെയ്യാം. ഒരിക്കലും ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഒരു പരിവായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം. വെള്ളം കൂടാതെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഏകദേശം ഈ ഒരു പരുവായി വരുന്നവരെ നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചേർത്തിട്ട് രണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സവോള തക്കാളിയുടെ മിക്സ് ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. കൂടാതെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ആ ബാക്കിയുള്ള മസാലയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ മാറ്റി വെച്ചിരിക്കുന്ന പുളിയുടെ മിക്സും കൂടെ ഇതിലോട്ട് ചേർക്കുക. 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പെല്ലാം പാകത്തിന് ചേർക്കാവുന്നതാണ്. ഇനി ഈ ഒരു മിക്സ് നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 2 മിനിറ്റോളം എടുക്കും. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മീനൊന്ന് കുക്കായി ചാറൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മീനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ആ കറിയുടെ ചാറെല്ലാം നന്നായി കുറുകി നല്ല കുറുന്നനെയുള്ള ഒരു മീൻ കറി നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പ്രത്യേകിച്ച് ഡെക്കറേഷനൊന്നുമില്ല. 2 കറിവേപ്പിലയുടെ തണ്ട് മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ കപ്പ, ചോറ് എന്നിവയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി എന്ന് പറയുന്നത്. സാധാരണ മീൻ കറിയിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മീൻ കറി വെച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എല്ലാം നമ്മുടെ കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്